നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് മുൻപ് തുറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ പൂരം പ്രദർശന ഉദ്ഘാടനം മന്ത്രി കെ രാജനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ചേർന്ന് നിർവഹിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു. മച്ചാട് മെമ്മറീസ് ചാരിറ്റബിൾ സൊസൈറ്റി കരുമത്ര അൽഫോൺസ ഹോമിലെ അന്തേവാസികൾക്ക് സ്നേഹോപഹാരം സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിനു മുൻപ് തുറക്കും. വനം റവന്യൂ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗം ചേർന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിനു മുൻപായി നാടിന് സമർപ്പിക്കുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനും അറിയിച്ചു. പാർക്കിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ചേർന്ന അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു ഇരുവരും. യോഗത്തിനു ശേഷം മന്ത്രിതല സംഘം സുവോളജി പാർക്ക് സന്ദർശിച്ചു. കിഫ്ബി CEO KM അബ്രഹാമും യോഗത്തിൽ പങ്കെടുത്തു. മെയ് മാസത്തിൽ തന്നെ സിവിൽ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാൻ വനേതര ആവശ്യങ്ങൾക്കുള്ള ഭൂമിയിൽ AI വെർച്വൽ റിയാലിറ്റി പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങുന്നത് പരിഗണനയിലുണ്ട്. മുഖ്യ ഫണ്ടിംഗ് ഏജൻസിയായ കിഫ്ബി നിർമ്മാണ പുരോഗതി വിലയിരുത്തി. തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കിഫ്ബി സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും വനം മന്ത്രി പറഞ്ഞു. മൃഗങ്ങളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഏപ്രിലിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ദേശീയ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൃഗശാല വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കോൺക്ലേവിൽ പങ്കെടുക്കും. മൃഗങ്ങളെ എത്തിക്കുന്നതുൾപ്പെടെ നടപടിക്രമങ്ങൾ ഓഗസ്റ്റിന് മുൻപായി പൂർത്തിയാക്കും. പാർക്കിലേക്കുള്ള റോഡിന്റെയും പാലത്തിന്റെയും നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. റോഡരികിലുള്ള മരം മുറിക്കുന്നതും വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും മാറ്റുന്നതും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ അടുത്ത ആഴ്ച ആരംഭിക്കും. കൃത്യമായ ടൈം ലൈനിൽ ജോലികൾ പൂർത്തിയാക്കും. 269 കോടി രൂപയാണ് ആദ്യം നിർമ്മാണത്തിനായി അനുവദിച്ചത്. പിന്നീട് പല ഘട്ടങ്ങളിലായി ഇത് 333 കോടി രൂപയായി ഉയർന്നു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ P. പുകഴേന്തി, സെൻട്രൽ സർക്കിൾ CCF ഡോക്ടർ R. അടലരശൻ, DFO രവികുമാർ മീണ, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ KK സുനിൽകുമാർ, BN നാഗരാജു, CPWC സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മധുസൂദനൻ റാവു, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ പൂരത്തിന് മുന്നോടിയായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സംഘടിപ്പിക്കുന്ന തൃശൂർ പൂരം പ്രദർശനത്തിന് തുടക്കമായി. 62ാം പൂരപ്രദർശനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി കെ രാജനും ചേർന്ന് നിർവഹിച്ചു. ഉദ്ഘാടനം നടത്തിയെങ്കിലും ഏപ്രിൽ 2-ന് മാത്രമാകും പൂരപ്രദർശനത്തോടനുബന്ധിച്ച് പൂർണ്ണതോതിൽ സ്റ്റാളുകൾ പ്രവർത്തനം ആരംഭിക്കും. 2025 തൃശൂർ പൂരത്തിന് മുന്നോടിയായി സാംസ്കാരിക നഗരി അണിഞ്ഞൊരുങ്ങുകയാണ്. പൂരം നടത്തിപ്പിനും സംഘാടനത്തിനും ആവശ്യമായ ചിലവുകൾ കണ്ടെത്തുന്നതിനാണ് അരനൂറ്റാണ്ടിലേറെയായി പ്രദർശനം സംഘടിപ്പിക്കുന്നത്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് പൂരപ്രദർശനം നടക്കുന്നത്. 62ാമത് പൂരപ്രദർശനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി കെ രാജനും ചേർന്ന് നിർവഹിച്ചു. ഓരോ പൂരാസ്വാദകനുമാണ് തൃശൂർ പൂരം നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രി എന്ന വലിയ ഉത്തരവാദിത്വത്തോടെയുള്ള ആദ്യ പൂരമാണ് ഈ വർഷത്തേതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാവരും ആനന്ദം കൊയ്തെടുക്കുന്ന ഉത്സവകാലം ഏറ്റവും ഭംഗിയാകട്ടെ എന്നും നന്മകൾ കൊയ്തെടുക്കുന്ന വലിയ വമ്പൻ പൂരം ആശംസിക്കുന്നതായും സുരേഷ് ഗോപി പറഞ്ഞു. ആശങ്കകൾ ഉണ്ടെങ്കിലും പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിച്ച് തർക്കമില്ലാതെ തൃശൂർ പൂരം നടത്തുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. മേയർ MK വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രി R. ബിന്ദു, P. ബാലചന്ദ്രൻ MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് നിയുക്ത പ്രസിഡന്റ് K. രവീന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ ML റോസി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനം നടത്തിയെങ്കിലും പൂരം പ്രദർശനം ഏപ്രിൽ 2-ന് മാത്രമാകും ആരംഭിക്കുകയുള്ളൂ. മെയ് അവസാന വാരത്തിൽ പ്രദർശനം സമാപിക്കും വിധമാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ദിനങ്ങളിൽ പ്രവേശന ടിക്കറ്റിന് 40 രൂപയും പൂരത്തിന്റെ 3 ദിവസം 50 രൂപയുമാണ് നിരക്ക്. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് കിഴക്കേ ഗോപുരത്തിന് സമീപത്തെ പ്രദർശന നഗരിയിൽ 150 സ്റ്റാളുകളും 70ഓളം പവലിയനുകളുമാണ് പ്രദർശനത്തിന്റെ ഭാഗമായി തയ്യാറാക്കുക. മെയ് 6-7 തീയതികളിലാണ് ലോക പ്രശസ്തമായ തൃശൂർ പൂരം നടക്കുക. ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന പൂരവുമായി
ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന 62ാമത് എക്സിബിഷൻ പ്രിയ സഹോദരൻ മന്ത്രി ശ്രീ രാജനോടൊപ്പം ചേർന്നുകൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി, അഭിമാനത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഒരു വലിയ ഉദ്ഘാടന ഭാഷണമില്ല, നോമ്പ് തുറക്കെത്താമെന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ എത്തേണ്ട സമയമായിട്ടുണ്ട്. എങ്കിലും എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു വേറിട്ട മുഹൂർത്തത്തിനാണ് ഒരുപക്ഷെ ഇന്ന് തിരി തെളിയിച്ചിരിക്കുന്നത്. അതിൻ്റെ പിന്നിലെ ഒരു അഭിമാനത്തിൻ്റെ അളവ് എത്രയാണെന്ന് എനിക്കളക്കാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്കെല്ലാം ആ അളവും അതിൻ്റെ വലിപ്പവും എല്ലാം മനസ്സിലാകും. ഞാൻ പ്രാർത്ഥിക്കുകയാണ് വടക്കുന്നാഥനോടും പാറമേക്കാവിലമ്മയോടും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയോടും എല്ലാ ഉപക്ഷേത്ര മൂർത്തികളോടും സർവദൈവങ്ങളോടും പ്രാർത്ഥിക്കുകയാണ്. അതിമനോഹരമായ ഒരു പൂരത്തിന് ഒരുപക്ഷെ വിളംബരം കുറിക്കുന്ന ഒരു തിരിതെളിക്കൽ ചടങ്ങാകുന്ന അതിന് വേണ്ടി ഒരുങ്ങിയ മുഹൂർത്തമാവണേ ഇത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സദസ്സിലെ എല്ലാ സഹോദരങ്ങൾക്കും വേദിയിലെ എല്ലാ വിശിഷ്ടർക്കും മന്ത്രി ശ്രീ രാജൻ, ശ്രീമതി ബിന്ദു, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് റോസ് ചേച്ചി, പ്രിയപ്പെട്ട മേയർ തുടങ്ങിയ എല്ലാവർക്കും, ഒരുപക്ഷെ ഇവിടെ ആദ്യം സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഇതാരും നടത്തുന്നതല്ല, ഒരാൾക്കും പൂരം നടത്തിയെടുക്കാൻ സാധിക്കില്ല. ഇവിടെ വന്ന് പങ്കുചേരുന്ന ഓരോ വ്യക്തിയുമാണ്, ഓരോ പൂര ആസ്വാദകനുമാണ്. ഒരുപക്ഷെ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന, ലോകത്തെ ഏറ്റവും വലിയൊരു ഇവൻറ്റ്ഫുൾ ഇവൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ കാഴ്ചയാണ്. കാഴ്ച എന്ന് പറയുമ്പോൾ ആചാരത്തിൻ്റെ പേരിൽ കൃത്യമായി എല്ലാ ക്രമങ്ങൾക്കുള്ളിൽ നിന്ന് കളം വരച്ച് നടത്തുന്നത് പോലെ നടത്തപ്പെടുന്നുണ്ടെങ്കിലും സർവ ലോകൈകരുടെ സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും ചെന്ന് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്ന ഒരു വലിയ ഉത്സവം. അതിന് ഒരുപക്ഷെ അനേകം കാര്യകർത്താക്കളിൽ ഒരാളായിട്ട് ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് ആദ്യത്തെ പൂരത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അളക്കാൻ പറ്റാത്തത്രയും സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. മറ്റുള്ളവർ പട്ടയ വിതരണ ചടങ്ങിന്റെ പ്രാധാന്യത്തോടൊപ്പം നിൽക്കുന്ന മറ്റൊരു ചടങ്ങിന്റെ ഉദ്ഘാടന വേദിയിലാണ് താൻ നിൽക്കുന്നതെന്ന് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ തൃശൂർ കോർപ്പറേഷൻ തെരുവ് കച്ചവടക്കാർക്ക് നൽകുന്ന തിരിച്ചറിയൽ കാർഡിന്റെയും വെൻഡിംഗ് സർട്ടിഫിക്കറ്റിന്റെയും വിതരണ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയ വിതരണ ചടങ്ങിന്റെ പ്രാധാന്യത്തിനൊപ്പം നിൽക്കുന്ന മറ്റൊരു ചടങ്ങിന്റെ ഉദ്ഘാടന വേദിയിലാണ് താൻ നിൽക്കുന്നതെന്ന് തൃശൂർ കോർപ്പറേഷൻ തെരുവ് കച്ചവടക്കാർക്ക് നൽകുന്ന തിരിച്ചറിയൽ കാർഡിന്റെയും വെൻഡിംഗ് സർട്ടിഫിക്കറ്റിന്റെയും വിതരണ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി കെ രാജൻ അറിയിച്ചു. തൃശൂർ കോർപ്പറേഷൻ ശുചിത്വ സുന്ദര നഗരം മുന്നിൽ കണ്ടുകൊണ്ട് നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. സംസ്ഥാനത്തെ തെരുവ് കച്ചവട പുനരധിവാസ മാതൃക ആദ്യമായി കൊണ്ടുവന്നത് തൃശൂർ കോർപ്പറേഷനാണ്. എംഒ റോഡിലെ ജയ ബേക്കറി മുതൽ ശക്തൻ നഗർ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ തെരുവ് കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതിനായി നഗരത്തിന്റെ പ്രധാന ഭാഗമായ ശക്തൻ നഗറിൽ 1 ഏക്കർ സ്ഥലത്ത് 15,000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക രീതിയിലുള്ള പുനരധിവാസ കേന്ദ്രം നിർമ്മിച്ച് അവരുടെ ജീവിതം സുരക്ഷിതമാക്കി. ടൗൺ വെൻഡിംഗ് കമ്മിറ്റി അംഗീകരിച്ച ലിസ്റ്റിൽ ഉൾപ്പെട്ട ബാക്കി വരുന്ന തെരുവ് കച്ചവടക്കാർക്ക് സുരക്ഷിതമായ നഗര സൗന്ദര്യത്തിന് അനുയോജ്യമായ കച്ചവട സൗകര്യം നഗരത്തിൽ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ കൗൺസിൽ വിവിധ സ്ഥലങ്ങൾ കോർപ്പറേഷൻ പരിധിയിൽ കണ്ടെത്തുകയും ഈ സ്ഥലങ്ങളിൽ ഒരേ മാതൃകയിൽ മെട്രോ നഗരങ്ങളിൽ കാണുന്നതുപോലെ സംവിധാനമൊരുക്കി തെരുവ് കച്ചവട രീതികളും മുഖച്ഛായയും മാറ്റുന്നതിനുള്ള ഭാഗമായുള്ള ID കാർഡിന്റെയും വെൻഡിംഗ് സർട്ടിഫിക്കറ്റിന്റെയും വിതരണോദ്ഘാടനം മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, കൗൺസിലർമാരായ രാജശ്രീ ഗോപൻ, രാധിക അശോകൻ, ഷീബ ജോയ്, രേഷ്മ ഹെമേജ്, ക്ലീൻ സിറ്റി മാനേജർ അബ്ദുൽ നാസർ,
തെരുവ് കച്ചവട പ്രതിനിധികളായ ടി ശ്രീകുമാർ, ആർ വി ഇക്ബാൽ, വി എ ഷംസുദ്ദീൻ, ടി വി ചെന്താമരക്കണ്ണൻ, ടി ആർ ബാബുരാജ്, വിൽസൺ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പട്ടയ വിതരണ ചടങ്ങിന്റെ പ്രാധാന്യത്തിനൊപ്പം നിൽക്കുന്ന മറ്റൊരു ചടങ്ങിന്റെ ഉദ്ഘാടന വേദിയിലാണ് താൻ നിൽക്കുന്നതെന്ന് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി വർണ്ണത്തുമ്പികൾ എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുത്തൂർ പള്ളി ഹാളിൽ നടത്തിയ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിത് PS, പഞ്ചായത്ത് അംഗം ധന്യ ബിജു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ICDS സൂപ്പർവൈസർമാരായ ദീപ ഫ്രാൻസിസ് സ്വാഗതവും പ്രിനു പ്രസാദ് നന്ദിയും പറഞ്ഞു. കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് മെഡലുകൾ നൽകി ചടങ്ങിൽ ആദരിച്ചു. വർണ്ണത്തുമ്പികൾ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പുത്തൂർ പഞ്ചായത്തിന്റെ സ്നേഹോപഹാരങ്ങളും നൽകി. ടീച്ചേഴ്സ്, അതുപോലെ അംഗൻവാടി വർക്കേഴ്സ്, എല്ലാവരും അവരുടെ പെർഫോമൻസ് എത്രത്തോളം നന്നാക്കാൻ കഴിയുമെന്ന് വാദിച്ചുകൊണ്ടാണ് നമ്മുടെ
നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ സീനിയർ CLC മാർച്ച് 23 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ പാരിഷ് ഹാളിൽ സൗജന്യ മെഡിക്കൽ പരിശോധന ക്യാമ്പ് നടത്തി. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ മെഡിക്കൽ പരിശോധനയ്ക്കും ആക്സിസ് കണ്ണാശുപത്രിയിലെ ഡോക്ടർ പ്രിൻസിപ്പൻ നേത്രപരിശോധനയ്ക്കും നേതൃത്വം നൽകി. ഇടവക വികാരി ഫാദർ പോൾസൺ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് വർഗീസ് വാഗയിൽ അധ്യക്ഷനായിരുന്നു. സഹവികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, ട്രസ്റ്റി ജോൺസൺ അക്കര, ഡോക്ടർ പ്രിൻസിപ്പൻ, ഡോക്ടർ ടെന്നി ആട്ടോക്കാരൻ, ജനറൽ കൺവീനർ AD ഷാജു, പ്രിൻസ് പുതുശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ലോക CLC ദിനത്തിന്റെ ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത്. ഓർത്തോ, ജനറൽ, പീഡിയാട്രിക്, ENT, ത്വക്ക് എന്നീ വിഭാഗങ്ങളിലും ഷുഗർ, പ്രഷർ പരിശോധനയും സൗജന്യമായിരുന്നു. എല്ലാവർക്കും സൗജന്യമായി മരുന്നുകൾ നൽകി. രഞ്ജു തോമസ്, ലിയോ പഞ്ഞിക്കാരൻ, തോംസൺ കണ്ണനായ്ക്കൽ, പ്രിൻസ് പുതുശ്ശേരി, സിജോ ദേവസി, MT ജോൺ, അലിൻ ആന്റണി, റോബിൻ ബേബി എന്നിവർ നേതൃത്വം നൽകി. 130 രോഗികൾ നേത്രപരിശോധന നടത്തി. 27 തവണ രക്തം നൽകിയ ഫാദർ ചാക്കോ ചിറമൽ രക്തദാനം നടത്തി. സിസ്റ്റർ നിത ടെസിൻ, സിസ്റ്റർ സിജി സെബാസ്റ്റ്യൻ എന്നിവരടക്കം 33 പേർ രക്തദാനം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെട്ടുകാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഉദര രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെട്ടുകാട് വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ക്ലിഫിൻ പദ്ധതി വിശദീകരണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് ജിജു മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CR ശേഖരൻ, PV ഗോപി, CL ഷാജു, VS സതീഷ് എന്നിവർ സംസാരിച്ചു. GEM ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പരിശോധന നടത്തി. വ്യാപാരികളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് നയിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ച പ്രവർത്തനങ്ങളാണ് ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ ദിവസം. ഇത് തൃശ്ശൂർ ജില്ലയിലെ ഏകോപന സമിതി നിരവധിയായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകളാണ്. നമുക്കറിയാം, വർഷത്തിൽ 365 ദിവസമാണ്. ഞങ്ങൾ 365 ദിവസവും ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന സംഘടനയായിരുന്നു മാറി. പുതിയ ആളുകൾക്ക് കേൾക്കുമ്പോൾ അതിശയോക്തിയായിട്ട് തോന്നും, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ പറയുന്നു ചെയ്യുന്നുണ്ടോ എന്ന്. തീർച്ചയായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ ഒരു നിയോജകമണ്ഡലത്തിലെ 4ഓളം പരിപാടികളാണ്. അതിലൊരു പരിപാടി കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തുന്നത്. ഇനി തൊട്ടടുത്ത് മുന്നോക്കരെ വിളിക്കുന്നുണ്ട്, മൂർത്തിരിക്കരെ വിളിക്കുന്നുണ്ട്. അതിനെ മുഴുവൻ സമയവും സംഘടനാ പ്രവർത്തനവും അതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ച ജീവകാരുണ്യ പ്രവർത്തനം. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ
ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. തൃശൂർ ജവഹർ ബാലഭവൻ അവധിക്കാല ക്യാമ്പിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. ഏപ്രിൽ 2 മുതൽ മെയ് 30 വരെയാണ് ക്ലാസുകൾ. വ്യത്യസ്തങ്ങളായ 17 കലാകായിക കരകൗശല ഇനങ്ങളിൽ ഇവിടെ പരിശീലനം നൽകുന്നു. കുട്ടികളുടെ സർഗപരമായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന മധ്യവേനൽ അവധി ക്യാമ്പിലേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്തു. 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ. വിഷയങ്ങൾ ചിത്രകല, സംഗീതം, ജൂഡോ, വയലിൻ, മൃദംഗം, തയ്യൽ, കുങ്ഫു, മാജിക്, ശില്പകല, നൃത്തം, നാടകം, നാടൻപാട്ട്, ഗിറ്റാർ, തബല, ക്രാഫ്റ്റ്, കമ്പ്യൂട്ടർ, ചിത്രത്തുന്നൽ എന്നിവയിൽ പരിശീലനം നൽകും. വിവിധ സ്ഥലങ്ങളിലേക്ക് വാഹന സൗകര്യം ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ചെമ്പുകാവിലെ ബാലഭവൻ ഓഫീസിൽ നേരിട്ട് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487 233 2909. മച്ചാട് മെമ്മറീസ് ചാരിറ്റബിൾ സൊസൈറ്റി കരുമത്ര അൽഫോൺസ ഹോമിലെ അന്തേവാസികൾക്ക് നൽകുന്ന സ്നേഹോപഹാര സമർപ്പണത്തിന്റെ ഉദ്ഘാടനം തെക്കുങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. മച്ചാട് മെമ്മറീസ് പ്രസിഡന്റ് K രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൽപു ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ഋഷി പൽപു മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PS റഫീഖ്, ഐശ്വര്യ PM, ഫാദർ മനോജ് കീഴൂരുമുട്ടിക്കൽ, സിസ്റ്റർ മേഴ്സി ചാലക്കൻ, ജിസി ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. മെമ്മറീസ് ട്രഷറർ പ്രകാശ് തെക്കേതിൽ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ വറീദ് ചിറ്റലപ്പള്ളി നന്ദിയും പറഞ്ഞു. തുടർന്ന് തൃശൂർ ഇഷൈ നില മ്യൂസിക് ഗ്രൂപ്പ് അവതരിപ്പിച്ച സംഗീത സന്ധ്യയും ഉണ്ടായിരുന്നു. എത്തിപ്പെടാൻ കഴിയാത്തതുമായ ഒരു മേഖലയാണ് ഇത്തരം ഏറെ പ്രയാസപ്പെടുന്ന സ്ഥാപനങ്ങൾ. നാടിനകത്ത് പണം ആവശ്യത്തിലധികം ചെലവഴിക്കുന്ന ആളുകളുണ്ട്, സംഘടനകളുണ്ട്. പക്ഷെ അനിവാര്യമായ ആവശ്യമായി നിൽക്കുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും ഇത്തരം സ്ഥാപനങ്ങൾ പ്രയാസപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് ഈ പ്രശ്നം. ഒരു സംഘടന എന്ന് പറയുമ്പോൾ, ഒരു ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുമ്പോൾ, ഒരു പ്രശ്നം മനസ്സിലേക്കോ സംഘടനയ്ക്കകത്തേക്കോ പരാതിയായോ അപേക്ഷയായോ വാക്കാലോ കടന്നു വരുമ്പോൾ അതിൻ്റെ ഗൗരവത്തോടു കൂടി ആ കാര്യം നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഒരു സംഘടന എന്ന രീതിയിലുള്ള സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി ഇവിടെ ഇപ്പോൾ നിർവഹിക്കപ്പെടാൻ പോവുകയാണ്. സാക്ഷരതാ മിഷന്റെ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പഠനം മുടങ്ങിയവർക്കും തുടർ പഠനം ആഗ്രഹിക്കുന്നവർക്കും സാക്ഷരതാ മിഷന്റെ വിവിധ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാൻ അവസരം ഒരുക്കുന്നു. സാക്ഷരത 4, 7, 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 7ാം തരം വിജയിച്ചവർക്കും 17 വയസ്സ് പൂർത്തിയായവർക്കും 10ാം തരം തുല്യതയ്ക്ക് അപേക്ഷിക്കാം. ഹയർ സെക്കൻഡറി തുല്യതയ്ക്ക് അപേക്ഷിക്കുന്നവർ 10ാം തരം വിജയിച്ചവരും 22 വയസ്സ് പൂർത്തിയായവരും ആയിരിക്കണം. 10ാം തരത്തിന് 1950 രൂപയും ഹയർ സെക്കൻഡറിക്ക് 2600 രൂപയുമാണ് ഫീസ്. 4, 7 കോഴ്സുകൾക്ക് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. SC, ST, ഭിന്നശേഷി, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സാക്ഷരത 4, 7 കോഴ്സുകൾക്ക് കോഴ്സ് ഫീസ് ഇല്ല. ഏപ്രിൽ 30 വരെ എല്ലാ കോഴ്സുകളും ഓൺലൈനായോ പഞ്ചായത്തിലോ നഗരസഭയിലോ പ്രവർത്തിക്കുന്ന
പ്രേരക്മാർ മുഖാന്തരമോ അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ, ഫീസ് അടച്ചതിന്റെ വിശദാംശങ്ങൾ, വയസ്സ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം തൃശൂർ അയ്യന്തോൾ ജില്ലാ പഞ്ചായത്തിലെ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിൽ നൽകേണ്ടതാണ്. ഫോൺ നമ്പർ 0487 2365 024. പനങ്ങാട്ടുകര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടിലേക്കൊരു പുസ്തകം, വായനാ വസന്തം ഉദ്ഘാടനം, ഹരിത വായനശാല പ്രഖ്യാപനം എന്നിവ വായനശാലയിൽ വെച്ച് നടന്നു. വായനശാല പ്രസിഡന്റ് ഡോക്ടർ KC ശശിധരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി മുഖ്യാതിഥിയായിരുന്നു. തെക്കുംകര വായനശാല കൺവീനർ NG സന്തോഷ് ബാബു പദ്ധതി വിശദീകരണം നടത്തി. വായനാ വസന്തത്തിന്റെ ഉദ്ഘാടനം TV സുനിൽകുമാർ ഗുരുവായൂർ മുൻ മേൽശാന്തിയും നാട്ടുകാരനുമായ മധുസൂദനൻ നമ്പൂതിരിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ വായനശാല സെക്രട്ടറി പുരുഷോത്തമൻ സ്വാഗതവും ട്രഷറർ PV മോഹനൻ നന്ദിയും പ്രകാശിപ്പിച്ചു. കാപ്പ നിയമപ്രകാരം തൃശൂർ റേഞ്ച് DAGയുടെ നിർദ്ദേശാനുസരണം നിരവധി കേസിലെ പ്രതിയായ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുളയം പീടികപ്പറമ്പ് സ്വദേശിയായ ആനക്കോട്ടിൽ വീട്ടിൽ പുല്ലൻ എന്ന് വിളിക്കുന്ന അജിത്തിനെ കാപ്പ ചുമത്തി. 2023 കാപ്പ നിയമപ്രകാരം 6 മാസം കരുതൽ തടങ്കലിൽ കഴിഞ്ഞിരുന്ന അജിത്ത് പിന്നീട് പുറത്തിറങ്ങി വീണ്ടും നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ വീണ്ടും കാപ്പ നിയമ നടപടി സ്വീകരിക്കുകയായിരുന്നു. നിലവിൽ 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിൽ പാർപ്പിച്ചു വരികയാണ്. പീച്ചി പോലീസ് സ്റ്റേഷൻ അടിപിടി വധശ്രമം ഉൾപ്പെടെ 5 കേസുകളും, ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസും, ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസും, മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസും ഉൾപ്പെടെ 8 കേസുകളിൽ പ്രതിയാണ് അജിത്ത്. പൊങ്ങണങ്കാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ മദ്യവിരുദ്ധ സമിതിയുടെ വാർഷികവും പതാക ദിനവും ആചരിച്ചു. ഇടവക വികാരി റവറൻ ഫാദർ ജോബി ചുള്ളിക്കാടൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. റവറൻ ഫാദർ ദേവസി പന്തലുകാരൻ വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ മദ്യവിരുദ്ധ സമിതി ഇടവക പ്രസിഡന്റ് ഷാജി തട്ടിൽ അധ്യക്ഷത വഹിച്ചു. KCBC മദ്യവിരുദ്ധ സമിതി തൃശൂർ അതിരൂപത സെക്രട്ടറി സിജോ ഇഞ്ചോടിക്കാരൻ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. തുടർന്ന് മദ്യവിരുദ്ധ കുടുംബങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. പൊങ്ങണങ്കാട് ഇടവകയിലെ കൈക്കാരന്മാർ, തൃശൂർ അതിരൂപത, KCBC മദ്യവിരുദ്ധ സമിതി ഭാരവാഹികൾ, ഫൊറോന ഭാരവാഹികൾ, പൊങ്ങണങ്കാട് ഇടവകയിലെ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. കാപ്പ നിയമപ്രകാരം നിരവധി കേസിലെ പ്രതിയായ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാടക്കത്ര ചിറക്കേക്കോട് സ്വദേശി പള്ളിയിൽ വീട്ടിൽ അക്ഷയ്ക്കെതിരെ കാപ്പ ചുമത്തി. 2003 കാപ്പ നിയമപ്രകാരം 6 മാസത്തേക്ക് കരുതൽ തടങ്കലിൽ കഴിഞ്ഞിരുന്ന അക്ഷയ് പുറത്തിറങ്ങി വീണ്ടും നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രതിക്കെതിരെ വീണ്ടും കാപ്പ നിയമ നടപടി സ്വീകരിച്ച് 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിൽ പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ 2 കൊലപാതക കേസും വധശ്രമം, അടിപിടി എന്നിവ ഉൾപ്പെടെ 5 കേസിലെ പ്രതിയാണ് അക്ഷയ്. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. 13 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ സ്ത്രീയടക്കം 2 പേർ റിമാൻഡിൽ. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചാഴൂർ ഐശ്വര്യ റോഡ് സ്വദേശി വലിയപുരക്കൽ സുപ്രിയ കുടുംബമായി താമസിക്കുന്ന വീട്ടിൽ നിന്നും 16 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിലാണ് ചാഴൂർ SN റോഡ് സ്വദേശി ഓട്ടുപുരയ്ക്കൽ വീട്ടിൽ സന്ധ്യ, പെരിങ്ങോട്ടുകര സ്വദേശി പാണ്ടത്ര വീട്ടിൽ ഷൈബിൻ എന്നിവരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്.
സുപ്രിയയുടെ ചാഴൂരിലുള്ള വീട്ടിൽ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 16 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിരുന്നു. സുപ്രിയയുടെ ഗുജറാത്തിലുള്ള ചേച്ചി നാട്ടിൽ വന്ന സമയം സുപ്രിയ തന്റെ മക്കൾക്ക് വിവാഹ സമ്മാനമായി നൽകുന്നതിനായി വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ടതായി അറിയുന്നത്. തുടർന്ന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർ സുബിൻ, അഭിലാഷ്, ജയൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിപിൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രതീഷ്, മിന്നു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ട അർജുനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട കയ്പമംഗലം കാളമുറി സ്വദേശി പഴൂപ്പറമ്പിൽ വീട്ടിൽ അർജുനെയാണ് 6 മാസക്കാലത്തേക്ക് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത്. അർജുൻ മതിലകം പോലീസ് സ്റ്റേഷനിൽ 2017, 18 വർഷങ്ങളിൽ ഓരോ വധശ്രമ കേസും, 2015, 16, 17 വർഷങ്ങളിൽ ഓരോ അടിപിടി കേസും, 2018 മോഷണ കേസും, കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ 2022, 25 വർഷങ്ങളിൽ ഓരോ വധശ്രമ കേസുമടക്കം 12ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അർജുനെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവിട്ടു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഷിജു, പ്രിയ, പ്രവീൺ ഭാസ്കർ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻ അസോസിയേഷൻ IMA ബ്ലഡ് ബാങ്കിൽ എത്തി രക്തദാനം നടത്തി. അസോസിയേഷനിലെ 23 മെമ്പർമാർ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് രക്തദാനം നടത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് മുൻപ് തുറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ പൂരം പ്രദർശന ഉദ്ഘാടനം മന്ത്രി കെ രാജനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ചേർന്ന് നിർവഹിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു. മച്ചാട് മെമ്മറീസ് ചാരിറ്റബിൾ സൊസൈറ്റി കരുമത്ര അൽഫോൺസ ഹോമിലെ അന്തേവാസികൾക്ക് സ്നേഹോപഹാരം സമർപ്പിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.